പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയത്തിലെ നിബന്ധന DGCA പിൻവലിച്ചു. പ്രതിവാര വിശ്രമത്തിന് പകരം അവധിയാക്കരുതെന്ന നിർദ്ദേശമാണ് പിൻവലിച്ചത്. വിമാന കമ്പനികളുടെ പരാതിയെ തുടർന്നാണ് നടപടി. പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയ നിബന്ധന പരിഷ്കരണം കാരണം ഇൻഡിഗോയുടെ 600-ലധികം സർവീസുകൾ ഇന്ന് മുടങ്ങിയിരുന്നു. വിമാനങ്ങൾ റദ്ദാക്കിയതിൽ യാത്രക്കാരോട് ഇൻഡിഗോ മാപ്പ് പറഞ്ഞു. യാത്രക്കാർക്ക് പൂർണ്ണ റീഫണ്ട് നൽകും. ഫ്ലൈറ്റ് റദ്ദാക്കിയതിൽ വിമാനത്താവളത്തിലേക്ക് വരരുതെന്നും മുതിർന്ന പൗരന്മാർക്ക് ലോഞ്ച് പ്രവേശനം ക്രമീകരിച്ചിട്ടുണ്ടായെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. തൗഫീഖ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, വിശദാംശം. തൗഫീഖ്, കേൾക്കാമോ? വലിയ പ്രതിസന്ധി നിലനിന്ന സാഹചര്യത്തിലാണ് DGCA ഇപ്പോൾ നിർദ്ദേശം പിൻവലിച്ചിരിക്കുന്നത്. കാരണം ഇൻഡിഗോയുടെ രാജ്യവ്യാപകമായിട്ടുള്ള എല്ലാ സർവീസുകളും ഒരു മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. ഡൽഹിയിൽ നിന്നുള്ള എല്ലാ സർവീസുകളും ഇന്ന് രാത്രി വരെ ഇൻഡിഗോ നിർത്തിവെച്ചു. അതിന് പിന്നാലെയാണ് DGCA ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൈലറ്റുമാരോട് ഡ്യൂട്ടിയിൽ പ്രവേശിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പൈലറ്റ് അസോസിയേഷനോടാണ് അത്തരമൊരു അഭ്യർത്ഥന DGCAയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഏകദേശം 600-ലധികം വിമാന സർവീസുകളാണ് രാജ്യത്തിന്റെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് മുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെയാണ് DGCA അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ടൈം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷം ഫെബ്രുവരി വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം DGCAയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിൽ ഇൻഡിഗോ ഇപ്പോൾ മാപ്പ് ചോദിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. വളരെ വേഗം ഇത് പരിഹരിക്കാൻ സാധിക്കില്ല എന്നുകൂടി ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അവർക്കുള്ള താമസ സൗകര്യവും എല്ലാം ഒരുക്കുമെന്നുകൂടി ഇൻഡിഗോ ഇപ്പോൾ അവരുടെ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പറയുന്ന ഇതുവരെ ക്യാൻസൽ ആയിട്ടുള്ള ചില ഫ്ലൈറ്റുകളുണ്ട്, നിരവധി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയിട്ടുണ്ട്. അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള റീഫണ്ട് ഉടൻ തന്നെ നൽകുമെന്ന് കൂടി ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. ശരി, തൗഫീഖാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.